കേരളത്തിന്റെ ചരിത്രം പറയുമ്പോൾ നമ്മൾ പല രാജാക്കന്മാരുടെയും കഥ കേട്ടിട്ടുണ്ട്. സമൂതിരി, മാർത്താണ്ഡവർമ്മ, വേലുത്തമ്പി ദളവ. എന്നാൽ കാഞ്ഞങ്ങാട് രാജാവിന്റെ കഥ കുറച്ചു പേർക്ക് മാത്രമേ അറിയൂ. ധൈര്യവും വീരവും കൊണ്ട് മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടേണ്ടിയിരുന്ന ഒരാള്. ഇന്ന് ആ മറഞ്ഞുപോയ കഥയിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കാഞ്ഞങ്ങാട് കേരളത്തിന്റെ വടക്കൻ ഭാഗത്താണ്. ഇവിടെ നിന്നാണ് ആ രാജാവിന്റെ പോരാട്ട കഥ ആരംഭിക്കുന്നത്. രാജാവ് സാധാരണ ഭരണാധികാരി മാത്രമായിരുന്നില്ല, ജനങ്ങളുടെ ക്ഷേമത്തിനായി ജീവിച്ചിരുന്ന ഒരുവൻ. സാമ്രാജ്യത്തിന്റെ വാഴ്ചയ്ക്കു വേണ്ടി മാത്രമല്ല, ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായാണ് അവന്റെ പോരാട്ടം. ആ കാലത്ത് ഇംഗ്ലീഷ് ഭരണവും വിദേശാധിപത്യവും കേരളത്തിലേക്ക് കടന്നുവന്നിരുന്നു. പലരും കീഴടങ്ങിയപ്പോൾ കാഞ്ഞങ്ങാട് രാജാവ് തന്റെ സൈന്യത്തോടൊപ്പം പ്രതിരോധം നടത്തി. വലിയ സൈന്യമില്ല, അത്യാധുനിക ആയുധങ്ങളില്ല. പക്ഷെ ജനങ്ങളുടെ പിന്തുണയായിരുന്നു അവന്റെ ശക്തി. പടിഞ്ഞാറൻ കാറ്റുപോലെ അവന്റെ ആക്രമണങ്ങൾ വേഗത്തിലും കൃത്യതയിലും നിറഞ്ഞിരുന്നു. എന്നാൽ ചരിത്രം എല്ലായ്പ്പോഴും വിജയത്തിന്റെ കഥകളല്ല. വലിയ സാമ്രാജ്യങ്ങളുടെ ചൂഷണത്തിനു മുന്നിൽ ഒടുവിൽ അവനും തോറ്റു. ചിലർ പറയുന്നു രാജാവ് പിടിക്കപ്പെടുകയും കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തുവെന്ന്. മറ്റു ചിലർ വിശ്വസിക്കുന്നത് അദ്ദേഹം അവസാന നിമിഷം വരെ പോരാടുകയും പോരാട്ട ഭൂമിയിൽ തന്നെ വീണുവെന്നുമാണ്. എങ്ങനെയായാലും അവന്റെ ധൈര്യം ഇന്നും നാട്ടുകാർ കഥകളിലൂടെ ഓർക്കുന്നു. ഇന്ന് കാഞ്ഞങ്ങാട് രാജാവിന്റെ പേര് ചരിത്രപുസ്തകങ്ങളിൽ വലിയ അക്ഷരങ്ങളിൽ കാണാനാകില്ല. പക്ഷേ നാട്ടുകാരുടെ മനസ്സിൽ, അവരുടെ കഥകളിൽ അദ്ദേഹം ഇന്നും ജീവിക്കുന്നു. അതാണ് സത്യമായ മഹത്വം. ഇതുപോലുള്ള മറഞ്ഞുപോയ കേരളത്തിലെ വീരകഥകൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.